ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ഇസ്രായേൽ ഇറാനെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, ആ 12-ഡേ വാർ, അത് യഥാർത്ഥത്തിൽ അവസാനിച്ചു. മിഡിൽ ഈസ്റ്റിൽ നിന്നും, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിന്നും വരുന്ന ചില സംഭവങ്ങൾ, ചില രാഷ്ട്ര നേതാക്കളുടെ ചില പ്രസ്താവനകൾ, ചില സംഭവ വികാസങ്ങൾ നൽകുന്ന ഒരു സൂചന ഒരുപക്ഷെ ഒരു അവസാന യുദ്ധത്തിന് മുമ്പുള്ള ഒരു ഭയാനകമായിട്ടുള്ള, നിഗൂഢമായിട്ടുള്ള ഒരു നിശബ്ദതയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത് എന്നതാണ്. ഈ വിഷയമാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ത്, ഇസ്രായേലിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ, ഇറാൻ നടത്തുന്ന ഒരുക്കങ്ങൾ, അമേരിക്കയുടെ ഇടപെടൽ, ഒപ്പം മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം കൂടി മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നുണ്ട്. സിറിയയുമായി ഒരു സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് ഇസ്രായേൽ പോകുന്ന ചില സൂചനകൾ, സിറിയയ്ക്ക് മേലുള്ള വർഷങ്ങളായി അമേരിക്ക ചെലുത്തിയിരുന്ന ഉപരോധം അമേരിക്ക പിൻവലിക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം. ഈ വിഷയങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ലിയോ അരുൺ ലിയോ. ഇന്നും നമ്മൾ നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. കാരണം മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാനമായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ ഈ ദിവസങ്ങളിൽ അവിടെ അരങ്ങേറുന്നു. നമുക്കറിയാം, 12-ഡേ വാർ, ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന ആ 12-ഡേ വാർ, ഇസ്രായേലിന് വളരെ വലിയൊരു വിജയം നേടിക്കൊടുത്ത 12-ഡേ വാർ, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ആ യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ അമേരിക്ക ഡയറക്റ്റ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. തുടർന്ന് ഒരു വെടിനിർത്തലിലൂടെ ആ യുദ്ധം അവസാനിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു 12-ഡേ വാറിന് സംഭവിച്ച ആ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു ഇടവേളയാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ, പശ്ചിമേഷ്യയിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ട് ഈ ഇസ്രായേൽ ഇറാനെതിരെ ഒരു ആക്രമണം ആരംഭിച്ചു. ചിലർ പറയുന്നു ഇസ്രായേൽ ഏകപക്ഷീയമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയതാണ് എന്നൊരു വാദഗതിയുണ്ട്. നമ്മൾ കഴിഞ്ഞ നിലപാടുകളിലൊക്കെ ആ വാദഗതിയെ കൃത്യമായിട്ടും അതിൻ്റെ ആ ഒരു പൊള്ളത്തരം തുറന്നു കാട്ടിയതാണ്. നമുക്കറിയാം, ഇറാൻ വളരെ നാളുകളായിട്ട് പല രീതിയിൽ ഹമാസിൻ്റെ രൂപത്തിൽ, ഹൂത്തികളുടെ രൂപത്തിൽ, ഹിസ്ബുള്ളകളുടെയൊക്കെ രൂപത്തിൽ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്രമണത്തിന് ഒരു പ്രത്യാക്രമണമായിട്ടാണ് ഇസ്രായേൽ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന സൈനിക നടപടി ഇറാന് നേരെ ആരംഭിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം. ഇറാൻ എന്ന് പറയുന്ന തീവ്ര മത ഭരണകൂടം ഭരിക്കുന്ന ആ ഒരു രാജ്യം, അവരുടെ പ്രഖ്യാപിത മുദ്രാവാക്യം എന്ന് പറയുന്നത് ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നതാണ് അവരുടെ പ്രഖ്യാപിത മുദ്രാവാക്യം. അവരുടെ ഏത് പൊതു റാലികളിലായിക്കോട്ടെ, പൊതു സമ്മേളനങ്ങളിലായിക്കോട്ടെ, അവരുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന റാലികളിലായിക്കോട്ടെ, അത് ഏറ്റവും ലാസ്റ്റ് അവസാനിക്കുന്നത് അവിടുത്തെ ജനക്കൂട്ടത്തിൻ്റെ ഈ ഒരു ആരവത്തോടു കൂടി തന്നെയാണ്, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പക്കൽ അവരുടെ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, ഒരു 60% അല്ലെങ്കിൽ ഒരു ആയുധ രൂപീകരണത്തിലേക്ക് അവരുടെ ഒരു എൻറിച്ച്മെൻറ്റ് പ്രോസസ്സ് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള, ക്രെഡിബിളായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഒരു ആക്രമണം ആരംഭിച്ചത്. കാരണം ആ ഒരു ആണവ ബോംബ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഇറാൻ്റെ പക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യമേ പ്രയോഗിക്കുക അവരുടെ ബദ്ധവൈരികളായിട്ടുള്ള ഇസ്രായേലിന് നേർക്കായിരിക്കും. ആ ഒരു പോക്ക്, അതായത് ആയുധത്തിലേക്കുള്ള ഇറാൻ്റെ പോക്ക് അതിന് തടയിടുക, അത് എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ആക്രമിച്ചത്. പക്ഷേ നമുക്കറിയാം, ഈ 12-ഡേ വാറിന് ശേഷം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അമീർ സെയ്ദ് എന്ന് പറയുന്ന UN-ലേക്കുള്ള ഇറാൻ്റെ അംബാസഡർ, ആ പറയുന്ന വ്യക്തി ഈ കഴിഞ്ഞ ദിവസം ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഈ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സ് ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും അവസാനിപ്പിക്കുകയില്ല. അവരിപ്പോഴും പറയുന്നത് അത് പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പറയുന്ന ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടും അവബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ സമാധാനത്തിനുള്ള ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെൻ്റ് ആണെങ്കിൽ നമുക്കറിയാം 3% അല്ലെങ്കിൽ 4% അത് അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇവർ എത്തി നിൽക്കുന്നത് ഒരു ആയുധ രൂപീകരണത്തിലേക്കുള്ള ഒരു എൻറിച്ച്മെൻറ്റ് ഒരു പ്രോസസ്സിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു ആക്രമണത്തിന് ശേഷം, 12-ഡേ വാറിന് ശേഷം ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, അതായത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ വിസിറ്റ് ചെയ്യണം. അതായത് അതിൻ്റെ മേധാവി റാഫേൽ ഗ്രോസി, ആ പറയുന്ന വ്യക്തി ഇറാൻ്റെ പക്കൽ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ, അതായത് അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ച ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ വിസിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നൽകണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇറാൻ അത് നിരാകരിക്കുന്നു. ഇറാൻ്റെ ചില മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ തലവൻ എന്ന് പറയുന്നത് മൊസാദിൻ്റെ ഏജൻറ്റാണ്, ഇസ്രായേലിൻ്റെ ഏജൻറ്റാണ്, അപ്പോൾ സ്പൈ ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയോ അവർ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് വ്യക്തം. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഈ ആക്രമണം
നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം അവർ അവിടെ നിന്ന് മാറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് ആധികാരികമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു വാദഗതിയുണ്ട്. ഈ B-2 ബോംബേഴ്സ് നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ ഈ പറയുന്ന ഇഷ്ഫഹാൻ, ഒപ്പം തന്നെ ഫോർദോ, ഒപ്പം തന്നെ നദാൻസ്, ആ ആണവ കേന്ദ്രങ്ങൾ അപ്പാടെ തകർക്കാൻ സാധിച്ചു എന്ന വാദഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ പല ഇൻ്റലിജൻസ് സംവിധാനങ്ങളും ഒക്കെ പറയുന്നു അതിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ വരുത്താൻ സാധിച്ചിട്ടില്ല എന്ന ഒരു വാദഗതി അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫോർദോ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലെ ചില സാറ്റലൈറ്റ് ഇമേജുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് നൽകുന്ന ചില ആശങ്ക ജനിപ്പിക്കുന്ന ചില സൂചനകളുണ്ട്. അവിടെ വീണ്ടും ചില പണികളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമൊക്കെ ഈ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്, ദ്രുതഗതിയിൽ പുനരാരംഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വ്യക്തമായിട്ടുള്ള സൂചന സാറ്റലൈറ്റ് ഇമേജസ് നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു വാദഗതിക്ക് കുറേയും കൂടിയും ഒരു ആധികാരികത നൽകുന്ന ചില പോയിൻറ്റ്സാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അതായത് ഈ 12 ഡേ വാർ എന്ന് പറയുന്നത് അതൊരു താൽക്കാലിക വിരാമം മാത്രമാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന ചില വാർത്തകൾ നൽകുന്ന സൂചനകൾ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ അമേരിക്ക വലിയ രീതിയിലുള്ള ഒരു വെപ്പൺ സപ്ലൈ ഇസ്രായേലിന് നൽകുന്നു, അല്ലേ? ലിയോ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ വെപ്പൺ സപ്ലൈ നൽകുന്നു. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, പല മാധ്യമങ്ങളും ചർച്ച ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യം. ഈ സിറിയയ്ക്ക് മേലുള്ള അമേരിക്കയുടെ ഉപരോധം ട്രംപ് എടുത്തു മാറ്റുന്നു. ഈ ജോർജ് W. ബുഷാണ് വർഷങ്ങൾക്ക് മുമ്പ് സിറിയയ്ക്ക് മേലെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയത് ലെബനോന് മേൽ നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ഈ അബ്രാഹാം അക്കോർഡ് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ലിയോ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. അബ്രാഹാം അക്കോർഡിലേക്ക് സിറിയയെ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം സിറിയ ഇസ്രായേലുമായ ഒരു സഖ്യത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം സിറിയ ഇപ്പോൾ ഭരിക്കുന്നത് അൽഖ്വയ്ദയുമായി ബന്ധമുള്ള ഒരു ഭരണകൂടമാണ് ഭരിക്കുന്നത്. എങ്കിൽ പോലും ഇസ്രായേലും സിറിയയും തമ്മിലുള്ള ഒരു ബന്ധം കുറേ കൂടി ഊഷ്മളമായി കഴിഞ്ഞാൽ ഇറാന് നേർക്ക് ഇസ്രായേൽ നടത്തുന്ന ഒരു ആക്രമണം അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി വേഗത്തിൽ നടത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് അവസാനിപ്പിച്ച ഏറ്റവും ലാസ്റ്റ് പോയിൻ്റാണ് ലിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് സിറിയയുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില സുപ്രധാനമായിട്ട് സംഭവ വികാസങ്ങൾ, അമേരിക്ക കൂടുതൽ സിറിയയുമായിട്ട് അടുക്കുന്നു, ഇസ്രായേലും സിറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകാനുള്ള ചില സൂചനകൾ നൽകുന്നു. അത് മിഡിൽ ഈസ്റ്റിൻ്റെ പൊളിറ്റിക്സിൽ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള ആ ഒരു സംഘർഷത്തിൽ ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പങ്ക് വഹിക്കാനുണ്ടോ? നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ 2020 മുതൽ ആരംഭിക്കണം. ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യത്തെ ടൈമിൽ അദ്ദേഹം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായിരുന്നു ഇസ്രായേലും മറ്റ് അറബ് നേഷൻസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അദ്ദേഹം അതിൻ്റെ ഒരു പകുതി ശതമാനത്തോളം അല്ലെങ്കിൽ പകുതിയോളം അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. UAE ആയാലും ബഹ്റൈൻ ആയാലും സുഡാൻ, മൊറോക്കോ, ഇതെല്ലാം ഈ അബ്രഹാം ഉടമ്പടിയിൽ ഇസ്രായേലിനൊപ്പം വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം സൗദി അറേബ്യ ഇസ്രായേലിനൊപ്പം ഈ അബ്രഹാം അക്കോർഡിൽ ആ കരാറിലെത്താനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നതിനിടയിലാണ് 2023 ഒക്ടോബർ 7 ആക്രമണം അതുണ്ടാവുന്നത്. അതിൻ്റെ പുറകിൽ ഇറാനായിരുന്നു. എല്ലാവർക്കും അറിയാം, ഹമാസ് എന്ന് പറയുന്ന പ്രോക്സി ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ ഒരു ഫലം തന്നെയായിരുന്നു 2023 ഒക്ടോബർ 7. ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. ഇറാൻ ഇസ്രായേലുമായി ഈ 12 ദിവസത്തെ യുദ്ധത്തിൽ തകർന്ന തരിപ്പണമായി നിൽക്കുന്നു. ഗാസയിൽ ഹമാസിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, ലെബനോനിലെ ഹിസ്ബുള്ളയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, ഹൂത്തികളുടെ കാര്യം വ്യത്യസ്തമല്ല. ഈ ദിവസങ്ങളിൽ ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇറാൻ്റെ പ്രോക്സികൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അതാണ് പറയുന്നത്, ഈ അബ്രഹാം അക്കോർഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കാണേണ്ടത്. അറബ് നേഷൻസ് നമുക്കറിയാം, UAE ആയാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികൾ പുറത്തുവിട്ട ഒരു ഭാഗമുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്, ഗാസയിൽ ഇനി ഒരു നല്ല ഗവൺമെൻറ് വരണം, ഒരു അതോറിറ്റി വരണം. അത് ഹമാസ് അല്ല, മറ്റൊരു അതോറിറ്റി അവിടെ വരണം. ജനങ്ങൾ കാമായിട്ട് അവിടെ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ള വളരെ വ്യക്തമായ സന്ദേശമാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഇങ്ങനെ അറബ് നേഷൻസ്, ഇപ്പോൾ ട്രംപ് സൗദി അറേബ്യയിൽ വന്നു. ഈ ജുലാനി എന്ന് പറയുന്ന ആൾ ISISൻ്റെ ഒരു ബാക്കി പത്രമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹവുമായിട്ട് കൈകൊടുത്തതിൻ്റെ പിന്നിൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം പോലും ഉണ്ടായിരിക്കാം. ആ ഒരു പ്ലാനിൻ്റെ പുറത്തായിരിക്കാം. കാരണം ഇസ്രായേലിന് സിറിയയുടെ വ്യോമപാത വരെ തുറന്നു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജോർദാൻ ഇസ്രായേലിന് വേണ്ടി ആ വ്യോമപാത തുറന്നു കൊടുത്തു. അതോടൊപ്പം തന്നെ അവരുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേലിന് വേണ്ടി അക്ഷീണം പകലെന്നോ രാത്രിയൊന്നും ഇല്ലാതെ പ്രവർത്തിച്ചു. അപ്പോൾ അബ്രഹാം അക്കോർഡ് വഴി
ആ മിഡിൽ ഈസ്റ്റിലെ ജനതയെ ഒരുമിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ട്രംപിൻ്റെ മനസ്സിലുള്ളത്. അത് നടക്കാതിരിക്കാൻ വേണ്ടി ഇറാൻ ശ്രമിച്ച ശ്രമങ്ങൾ നമുക്കറിയാം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ 7 ആക്രമണം, അതിനുശേഷം ഗാസയുടെ ഒരു അവസ്ഥ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ സംഭവം. ഇതിനുശേഷം ഈ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം എന്താണ് നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച കാര്യമാണ്. എന്താണ് ഇനി ഗാസയിൽ വരുന്നത്? പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് ഈ യുദ്ധത്തിനിടുമ്പോൾ ഗാസയിൽ ഇനി എന്തോ ഒരു വലിയ സംഭവം നടക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ക്യാബിനറ്റ് കൂടിയിരിക്കുന്നു. അത് സിറിയയുമായിട്ട് ഒരു ബന്ധം, ഇപ്പോൾ സുരക്ഷാ ചർച്ചകളാണ്, കരാറ് സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് ഒറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. 40 വർഷത്തിലേറെയായി ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുന്ന ഗോളാൻ കുന്നുകൾ, ഇസ്രായേലിൻ്റെ ഹൃദയഭാഗം എന്ന് പറയാം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന ഗോളാൻ കുന്നുകൾ വിട്ടുകൊടുത്തുള്ള ഒരു കോംപ്രമൈസിനും ഇസ്രായേൽ തയ്യാറല്ല. ബാക്കി എന്ത് നെഗോസിയേഷനും ഇസ്രായേൽ ഒരുക്കമാണ്. അതുകൊണ്ട് ഇപ്പോൾ ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുന്നു. സിറിയയുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ തെളിയുന്നു. അബ്രഹാം അക്കോർഡിലേക്ക് സിറിയയെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ലെബനനിലെ ഹിസ്ബുള്ള ഏകദേശം തകർത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ലെബനൻ പുതിയൊരു സർക്കാർ നിലവിൽ വന്നു. അത്യാവശ്യം യൂറോപ്പ് രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു കണക്ഷനുള്ള ഒരു പ്രസിഡൻ്റാണ് അവിടെയുള്ളത്. അവരെ കൂടി ഉൾപ്പെടുത്തി, ലെബനനെയും സിറിയയും കൂടി അബ്രഹാം അക്കോർഡിൽ ഉൾപ്പെടുത്തി ഇസ്രായേലുമായി സഹകരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം മറ്റൊന്നുമല്ല, സിറിയയിലേക്കുള്ള ഒരു ആക്സസ് വളരെ സ്മൂത്തായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പോകാനും വരാനും അതിനുള്ള ആക്സസും പിന്നെ മറ്റ് സൗകര്യങ്ങൾ, അതായത് അടുത്തുള്ള ഒരു അയൽവാസിയെ പിണക്കാതെ ശത്രുവാക്കാതെ ഇരിക്കുമ്പോൾ നമുക്കും സമാധാനം കിട്ടും, അവർക്കും സമാധാനം കിട്ടും എന്നുള്ളൊരു ചിന്തയായിരിക്കും അത്. എന്തായാലും ഇസ്രായേലിൻ്റെ ഈ ഒരു നീക്കം, ഈ ഗാസയിൽ ഇനി വരുന്ന ആഴ്ചകളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇനിയിപ്പോൾ ഒരു ഭരണമാറ്റത്തിലേക്കുള്ള അല്ലെങ്കിൽ ഗാസയിൽ ഒരു അതോറിറ്റി കൊണ്ടുവരുന്ന ഒരു ഒരുക്കമായിരിക്കാം. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപുമായിട്ട് അടുത്ത തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചയ്ക്ക് പോകുന്ന വാഷിങ്ടണിലേക്ക്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇസ്രായേലിലെ വിദേശകാര്യ മന്ത്രി ഗിദയോൻ സാർ അമേരിക്കയിലേക്ക് പോകുന്ന ആ ഒരു സമയമാണ്. എന്തായാലും ഈ ഒരു ചർച്ചകൾ ഇവിടെ ഓൾറെഡി ഇസ്രായേലിൽ ക്യാബിനറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് അമേരിക്കയെ, ട്രംപിനെ അറിയിക്കും. അതിനുശേഷമാണ് ഈ തീരുമാനം ഇവിടെ നടപ്പിലാക്കുക എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ 2 ചർച്ചകൾ ബാക്കി നിൽക്കുകയാണ്. ഈജിപ്തിലും ഖത്തറിലും ഹമാസിൻ്റെ പ്രതിനിധികൾ ചർച്ചയ്ക്കായി വെയിറ്റ് ചെയ്യുകയാണ് ഇസ്രായേലിൻ്റെ ഒരു വരവിന് വേണ്ടി. അതായത് അമേരിക്കയിൽ നിന്നുള്ള ആ ഒരു ട്രംപിൻ്റെ എന്താണോ പ്രതികരണം, അതിനുശേഷം മാത്രമേ ഇസ്രായേൽ ഈ ഹമാസിനുമായിട്ടുള്ള ഒരു നെഗോസിയേഷൻ നടക്കത്തുള്ളൂ. നമുക്കറിയാം 10-23ഓളം പിന്നെ ഹോസ്റ്റേജസ് ഇപ്പോഴും ഹമാസിൻ്റെ പിടിയിലുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്ന 1-2 ഹോസ്റ്റേജസ് ആ പരിപാടി ഇനിയില്ല. ഇനി 53 പേര്, അവരിൽ എത്ര പേര് ജീവനോടെ ഉണ്ട്, അവരുടെ ജീവനോടെ, മരിച്ചവരുടെ മൃതശരീരങ്ങൾ, അങ്ങനെ മുഴുവനായിട്ടുള്ളൊരു നെഗോസിയേഷൻ, അങ്ങനെ ആ ഒരു നെഗോസിയേഷൻ മാത്രമേ ഇനി കാര്യമുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ട്രംപും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള സമയം ഇറാൻ, നമുക്കറിയാം ഇറാനെ, ഹമാസിനെ കൊണ്ട് ഇത് ചെയ്യിച്ചതും അതിനെല്ലാം പുറകിൽ ഇറാനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഗാസയിലും ഇസ്രായേൽ ഇനി പുതിയൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഈ വരുന്ന ദിവസങ്ങളിൽ. ട്രംപിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഗാസയിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഗാസയിൽ ഇനി വരാൻ പോകുന്ന നാളുകളിലെ അവരുടെ ഐഡിയ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരും. ഓക്കെ, അത് കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു വലുതെന്തോ ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, പദ്ധതി ഇടുന്നുണ്ട് എന്നതിൻ്റെ വലിയൊരു സൂചന തന്നെയാണ്. കാരണം ഇപ്പോൾ സിറിയയുമായിട്ടൊരു നല്ല ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗോസിയേഷൻ ചർച്ചകൾ ആരംഭിക്കുന്നു. അപ്പോൾ ആ ബോർഡർ കുറേ കൂടി സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ലെബനോനും ലിയോ പറഞ്ഞതുപോലെ ഒരു അബ്രഹാം അക്കോർഡിലേക്ക് വരികയാണെങ്കിൽ ആ ബോർഡർ കുറേ കൂടി സുരക്ഷിതമാക്കാൻ സാധിക്കും. ഇനി ഗാസയിൽ വലുതെന്തോ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഹമാസ് അല്ലാതെ നല്ലൊരു ഭരണകൂടം അവിടെ വരികയാണെങ്കിൽ ആ ബോർഡറും സുരക്ഷിതമാക്കാൻ സാധിക്കും. പിന്നെ ഇസ്രായേലിൻ്റെ ഒരു കോൺസെൻട്രേഷൻ, ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ഇറാനായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തോ സംതിങ് ബിഗ് ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ചില സൂചനകളാണ്. ഇപ്പോൾ ലിയോ ഇപ്പോൾ ഗാസ ഒപ്പം തന്നെ ലെബനോൺ ഒപ്പം തന്നെ സിറിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പോകേണ്ടത് ഇറാനിലേക്കാണ്. ഇനി ഈ 12 ഡേ വാറിന് ശേഷം ഇറാനിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ഇനി ഇറാൻ്റെ അടുത്തൊരു നീക്കം എന്തായിരിക്കാം? ഈ പറയുന്നത് അവരുടെ ചില വാദഗതികൾ, ഞങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ഒരു വാദഗതി നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ സാധിക്കുമോ? ജോർജ്, ഇറാൻ്റെ അടുത്ത നീക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറാനുണ്ടായ ഡാമേജുകളെക്കുറിച്ച് കഴിഞ്ഞ നിലപാടുകളിൽ നമ്മളത് കൃത്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞതാണ്. ശരിക്കും എറൈസിങ് ലയൺ, അത് ഇറാനിൽ വരുത്തി വച്ചിരിക്കുന്ന നാശം ഇറാന്
സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ക്ഷമിക്കാൻ സാധിക്കാത്തതാണ്. അവർക്ക് ഒരു വിധത്തിലും സഹിക്കാൻ പറ്റാത്തത്രയും നാശം റൈസിംഗ് ലയൺ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ മിഡ് നൈറ്റ് ഹാമർ അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് വരുത്തി വെച്ചിരിക്കുന്ന നാശം. പക്ഷേ ഈ ആക്രമണങ്ങളൊന്നും ഇറാനെ അവരുടെ സ്വപ്നത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആ സ്വപ്നം പേറി നടക്കുന്ന വ്യക്തിക്ക് ഇപ്പോഴും 86 വയസ്സായി. ഈ 86 വയസ്സിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി വേറെ ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ കുഴിയിലേക്ക് കാല് നീട്ടി വെച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം സ്വപ്നം കാണുന്ന സ്വർഗ്ഗമാണ്. ആ സ്വർഗം നേടാൻ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം അദ്ദേഹത്തിന് പറഞ്ഞു തരുന്ന വഴി ഇസ്രായേലിനെ നശിപ്പിക്കുക, ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുക, ഇസ്രായേലിൻ്റെ നാശം മാത്രം സ്വപ്നം കണ്ട് തൻ്റെ അവസാന നാളുകൾ കഴിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണ് അലി ഖമേനി. അപ്പോൾ ഈ അലി ഖമേനിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ സിംഹം കുതിച്ചുയർന്നതുപോലെ ഈ അലി ഖമേനിയുടെ സിംഹം, അതായത് ഒരു മുറിവേറ്റ സിംഹമാണ്. ഉള്ളിൽ മുഴുവൻ വെറുപ്പുണ്ടായിരുന്ന ഒരു സിംഹമായിരുന്നു. ആ സിംഹത്തിന് ഏറ്റ മുറിവും കൂടി ആയതോടുകൂടി ഒരു മുറിവേറ്റ സിംഹം എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഇനി ആ രീതിയിലാണ് ഇനി നമ്മൾ ആ ഭരണകൂടത്തിൻ്റെ, ഇറാൻ ഭരണകൂടത്തിൻ്റെ ഇനിയുള്ള നീക്കങ്ങളെ നമ്മൾ വീക്ഷിക്കേണ്ടത്. ഇവിടെ ഇസ്രായേലിന് വന്ന പാളിച്ചകൾ അല്ലെങ്കിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ മനസ്സിൽ ഈ റെജീം ചേഞ്ച് വലിയൊരു ലക്ഷ്യമായിരുന്നു, പക്ഷേ അത് നടന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു അവർ പ്രതീക്ഷിച്ചത്ര ഒരു സപ്പോർട്ട് ഇറാനിലത്തെ ജനത്തിൽ നിന്ന് ലഭിച്ചോ എന്നുള്ളതാണ്. അതായത് അലി ഖമേനിയെ മാറ്റി സ്ഥാപിക്കാൻ പറ്റിയൊരു ശക്തമായൊരു ഭരണകൂടം ഇല്ലെങ്കിൽ അത് സിറിയ പോലെയോ ഇറാഖ് പോലെയോ ആയിത്തീരും. അപ്പോൾ ശക്തമായൊരു ഭരണകൂടം സ്ഥാപിക്കാൻ പറ്റിയ ശക്തനായൊരു നേതാവ് അവിടെ ഉയർന്നു വന്നിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ തടസ്സം. ഖമേനിയെ ഇല്ലാതാക്കാൻ അവർക്കൊരു നിമിഷം മതി, പക്ഷേ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് മറ്റൊരു ഭരണകൂടത്തെ സ്ഥാപിക്കാൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ അതിനുള്ളൊരു സാഹചര്യം ഉയർന്നു വന്നിട്ടില്ല. രണ്ടാമത്തെ ഇസ്രായേലിന് വന്നൊരു നഷ്ടം അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു കോൺഫിഡൻസ്. പ്രത്യേകിച്ച് അവരുടെ നേതാക്കന്മാർക്ക് അറിയുമായിരിക്കും, പക്ഷേ അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിന്മേൽ ഒരു ചെറിയൊരു ഇടിവ് തട്ടിയിട്ടുണ്ട്. ചില മിസൈലുകൾ ഇസ്രായേലിൽ നേരിട്ട് പതിക്കുന്ന അവസ്ഥകളുണ്ടായപ്പോൾ ആ ഒരു ജനത്തിനുണ്ടായ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇസ്രായേലിൻ്റെ ഒരു വലുപ്പമാണ്. വളരെ കൊച്ചു രാജ്യം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ഒരു 75 ഇരട്ടിയുണ്ട് അവരുടെ ഭൂപ്രദേശം വരുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ജനസംഖ്യയുടെ 10 ഇരട്ടിയാണ് ഇറാനിലെ ജനസംഖ്യ വരുന്നത്. അപ്പോൾ ഇറാന് ഇത്രയധികം ആക്രമണം ഉണ്ടായാലും അവർക്കുണ്ടാകുന്ന ഡാമേജ് അത് സ്പ്രെഡായി പോകുന്നതിനാൽ അത് അവിടുത്തെ ജനം അത്രയ്ക്കധികം അത് മനസ്സിലാക്കില്ല. പക്ഷേ ഇസ്രായേലിൽ വീഴുന്ന ഓരോ മിസൈലും അത് അവിടുത്തെ ജനത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനത്തിൻ്റെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രായേലിലേക്ക് ഇനിയും മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനും അത് കോട്ടം സൃഷ്ടിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. ഒരു ഘട്ടത്തിൽ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് വീഴുന്ന സമയത്ത് നെതന്യാഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ ഇറാനെ ആക്രമിച്ചത്. ഈ വരുന്ന മിസൈലുകളിൽ ഒരു ന്യൂക്ലിയർ ബോംബുണ്ടെങ്കിൽ ഇസ്രായേൽ ഇല്ല. ഇതാണ് ഞങ്ങളുടെ ആവലാതി. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രിയംറ്റീവ് അറ്റാക്ക് നടത്തിയത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വൻ വിജയം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇസ്രായേലിൻ്റെ കുറവുകളും കൂടി ഇസ്രായേലിന് വെളിപ്പെട്ട ഒരു യുദ്ധം കൂടിയായിരുന്നു ഇത്. ഇനി ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറാൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ആ നഷ്ടങ്ങളൊന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ന്യൂക്ലിയർ സൈറ്റുകളിൽ അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററുകൾ വീണതൊന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാർ ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ 2 ഓപ്പറേഷനുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് റൈസിംഗ് ലയണും അതോടൊപ്പം തന്നെ മിഡ് നൈറ്റ് ഹാമറും. ഈ 2 ഓപ്പറേഷനേക്കാളും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ നർണിയ. ഈ ഓപ്പറേഷനാണ് ഇറാനെ ഒരു മുറിവേറ്റ സിംഹമാക്കി മാറ്റിയിരിക്കുന്നത്. കൃത്യമായിട്ടും 15 വർഷത്തെ തയ്യാറെടുപ്പുകളാണ് ഇതിനു വേണ്ടിയിട്ട് ഇസ്രായേൽ നടത്തിയത്. ഓപ്പറേഷൻ നർണിയ ആരംഭിച്ചത് 2010-ലാണ്. ആരംഭിച്ച വർഷം തന്നെ അവർ ഇറാൻ്റെ ഒരു ആണവ ശാസ്ത്രജ്ഞനെ ടാർഗറ്റ് ചെയ്തു. അതിലവർക്ക് അയാളെ കൊലപ്പെടുത്താൻ സാധിച്ചില്ല. ശരിക്കും 2003 തൊട്ട് ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ഇസ്രായേൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഓരോ നീക്കങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിച്ചു. ഈ 2010 ഓപ്പറേഷൻ നർണിയ ആരംഭിച്ചതോടുകൂടിയിട്ട് ഇറാൻ്റെ ആണവ മിസൈൽ സംവിധാനങ്ങളിലേക്ക് മൊസാദ് നുഴഞ്ഞു കയറി. അവരുടെ സ്റ്റാഫായിട്ടും അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇറാൻ്റെ എല്ലാ ആണവ നീക്കങ്ങളുടെയും ഉള്ളിൽ മൊസാദ് ഉണ്ടായിരുന്നു. അവർ കൃത്യമായ ഡാറ്റകൾ ഇസ്രായേലിന് കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ശാസ്ത്രജ്ഞന്മാരെയും കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തത്, അവരുടെ വീടുകളിലെ ബോംബുകൾ ഇട്ടത്, അത് മൊസാദ് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കൊടുത്ത ഡാറ്റ പ്രകാരമാണ്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇട്ട ബോംബ് പോലും, ബങ്കർ ബസ്റ്റർ പോലും കൃത്യമായിട്ടുള്ള മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവർ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ കടന്നു കയറി
അവിടെ നിന്നുള്ള എല്ലാ ഡാറ്റകളും, പ്രധാനമായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഘടനകളും അതിൻ്റെ മാപ്പുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും അവർ എവിടം വരെ എത്തി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കൃത്യമായിട്ട് ഇസ്രായേലിലേക്ക് അവർ അയച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ആണവ പ്രവർത്തനങ്ങളുടെ ബ്ലൂ പ്രിന്റുകൾ, ഡാറ്റകൾ ഇതെല്ലാം ഇസ്രായേലിലേക്ക് കൃത്യമായിട്ട് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലൂ പ്രിന്റുകൾ അടക്കം നശിപ്പിക്കാൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. പക്ഷേ ആ ലക്ഷ്യങ്ങൾ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും സംശയത്തിൻ്റെ മുനയിലാണ്. ഇതുപോലെ തന്നെ ഫോർദോ ആണെങ്കിലും എത്രത്തോളം അമേരിക്കയുടെ ബോംബിങ്ങിൽ തകർക്കപ്പെട്ടു എന്ന കാര്യവും ഇനിയും അതേക്കുറിച്ചുള്ള വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അത് മിക്കവാറും അവിടേക്കുള്ള ഒരു എൻട്രി കിട്ടിയാൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഓപ്പറേഷൻ നെർണിയയിലെ 13 ആണവ ശാസ്ത്രജ്ഞരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. അതും ആദ്യത്തെ ദിവസം തന്നെ. അവർക്കറിയാം ഒന്നാം ദിവസത്തിലെ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഇവർ സ്ഥലം മാറുമെന്നറിയാം, ഇവർ ഒളിക്കുമെന്നറിയാം. പക്ഷേ അതേ ദിവസം തന്നെ ഇറാന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവർ ഈ ഓപ്പറേഷൻ പൂർത്തീകരിക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ 9ഓളം ശാസ്ത്രജ്ഞരെ കൊന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു 5ഓളം പേരെയും കൂടി കൊല്ലപ്പെട്ടു. അങ്ങനെ 13 ശാസ്ത്രജ്ഞരെ. ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ആണവായുധ പ്രവർത്തനങ്ങളുടെ ഫൗണ്ടറുണ്ട് അബ്ബാസി. ഈ അബ്ബാസി മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഒരു ആണവായുധം നിർമ്മിക്കാൻ എപ്പോൾ അനുമതി ലഭിക്കുന്നുവോ ആ നിമിഷം ഞാൻ ആണവായുധം നിർമ്മിക്കും. കാരണം അതിനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ട്, അയാൾക്ക് അതിനുള്ള അറിവുണ്ട്, അതിനു വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അത് കൂട്ടിച്ചേർക്കുന്ന ഒരു പണി മാത്രമേ അദ്ദേഹത്തിന് അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തു. അതുപോലെ തന്നെ മറ്റു 13 പേര്. ഇതിനു മുമ്പ് ഇതേ ഓപ്പറേഷൻ നെർണിയയുടെ ഭാഗമായിട്ടാണ് ഫക്രസാദെ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഏറ്റുകഴിഞ്ഞു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറ്, ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള തലച്ചോറ് മുഴുവൻ ചിതറിക്കെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ മുറിവേറ്റ സിംഹം എന്ത് ചെയ്യുമെന്നുള്ളത് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ കാണണം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അവർ ചൈനയുമായിട്ടുള്ളൊരു ഡീലുണ്ടാക്കുന്ന ശ്രമത്തിലാണ്. J-10C എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റുകൾ കൈക്കലാക്കാനുള്ള ഡീലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ PL-50 എന്ന് പറഞ്ഞ മിസൈൽ സിസ്റ്റം, ഈ 2 സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ F-35 അടക്കം പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളെ ഫൈറ്റർ ജെറ്റുകളേക്കാൾ ഒരുപടി മുന്നിലാണ് ഈ സംവിധാനം. അതായത് ഈ J-10Cയും ഈ P-15 ചേർന്ന് കഴിഞ്ഞാൽ ശക്തമായ ആക്രമണം, അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിരോധം, F-35 അടക്കം വീഴ്ത്താൻ കഴിയുന്ന എയർ ടു എയർ അറ്റാക്കിംഗ്. അപ്പോൾ ഇങ്ങനെ ഇറാൻ വീണ്ടും തയ്യാറെടുക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചു രാജ്യം. ജോർജ് പറഞ്ഞു ഇസ്രായേൽ അവരുടെ ബോർഡറുകൾ സുരക്ഷിതമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ ഇറാൻ ശ്രമിക്കുന്നത് ബോർഡറുകളിലേക്കല്ല, നേരെ ഇസ്രായേലിലേക്ക് എത്താനുള്ള സംവിധാനമാണ് അവർ നോക്കുന്നത്. ഇതിലൊരു ന്യൂക്ലിയർ ബോംബ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് അവരുണ്ടാക്കുന്നതോ അതല്ലെങ്കിൽ ചൈനയിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ റഷ്യയിൽ നിന്നോ അവർക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം കൂടിയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യാൻ പോകുന്നത് മുമ്പ് പറഞ്ഞിട്ടുള്ള തന്നെയാണ്, നേരെ ഇസ്രായേൽ കൊണ്ട് അത് ഇട്ടിരിക്കും. വേറൊരു കാര്യത്തെക്കുറിച്ചും അവർ ചിന്തിക്കില്ല. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ട്, പാകിസ്ഥാൻ്റെയിലും ഉണ്ട്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും അതൊരു പ്രതിരോധ സംവിധാനമായിട്ടാണ് കരുതുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ അറ്റാക്ക് ചെയ്യുമെന്ന് പറയും. അവർ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇറാൻ ഒരു ബോംബിട്ടാൽ, ഒരു ന്യൂക്ലിയർ ബോംബിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലില്ല. ഇതേക്കുറിച്ച് നെതന്യാഹു കൃത്യമായി ബോധമുള്ളവനാണ്. ഇസ്രായേൽക്കാർക്ക് ബോധമുള്ളതാണ്. അമേരിക്കയ്ക്കും ഇതറിയാം. അതുകൊണ്ട് തന്നെയാണ് ജോർജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇത് സാങ്കേതികമായൊരു വാക്കാണ്. ഇതൊരു ഫ്രാജൈൽ സിറ്റുവേഷനാണ്. വളരെ ദുർബലമായൊരു വെടിനിർത്തലാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഇസ്രായേലോ ഇറാനോ 2 കൂട്ടരും ഏത് സമയത്ത് വേണമെങ്കിലും ആക്രമിക്കും. ചില ഭയാനകമായിട്ടുള്ള സൂചനകളാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. യുദ്ധം അവസാനിച്ചിട്ടില്ല. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇടവേള മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ സാധൂകരിക്കുന്ന അനവധി ഉദാഹരണങ്ങൾ ഈ ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ വീണ്ടും പശ്ചിമേഷ്യ കലാപകലുഷിതമാവുകയാണെങ്കിൽ, യുദ്ധഭരിതമാവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഇറാൻ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രത്തോളം കരുത്തോടുകൂടി ഇസ്രായേലും അമേരിക്കയും ഇറാന് നേരെ നടത്തിയ ആക്രമണം, അതിന് ശേഷവും തങ്ങളുടെ ആണവ പദ്ധതികളുമായി തങ്ങൾ മുന്നോട്ട് പോകും എന്ന ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ആ സമീപനത്തിന് പശ്ചിമേഷ്യ, പ്രത്യേകിച്ച് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും. ഇറാൻ ആ തൊടുത്തുവിടുന്ന ആ ഒരു ട്രിഗർ, അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ആ ഒരു കാഹള ധ്വനി, അത് പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്ന് നമുക്കറിയാം. അത് ലോകം മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിനാൽ ഇനി പന്ത് ഇറാൻ്റെ കോർട്ടിൽ തന്നെയാണ്.
ആണവായുധം എന്ന ആ ഒരു സ്വപ്നം എന്ന് ഇറാൻ ഉപേക്ഷിക്കുന്നുവോ അന്ന് ഒരു ശാശ്വതമായിട്ടുള്ള സമാധാനം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ സംജാതമാകും എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.